ഹായ്, വെൽക്കം ബാക്ക് ടു വി ഫിറ്റ്നസ്. ഒരു ചെറിയ ടിപ്പ് പറയാനാണ് വന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പ് ഭയങ്കര ലാക്കിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മസിൽ ഗ്രൂപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ജനറ്റിക്കലി ബാക്കിയുള്ള മസിൽ ഗ്രൂപ്പിനെക്കാട്ടും ആ മസിൽ ഗ്രൂപ്പ് കുറച്ച് ലാക്കായിരിക്കും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കത്തില്ല, പക്ഷേ ജനറ്റിക്കലി ചിലപ്പോൾ വീക്കാണെന്ന് വെച്ചു. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ മസിൽ ഗ്രൂപ്പിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. മീൻസ് നമ്മൾ എല്ലാ കാര്യത്തിനും പ്രയോറിറ്റി കൊടുക്കും പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കും പോലെ തന്നെ ആ മസിൽ ഗ്രൂപ്പിന് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് പ്രയോറിറ്റി കൊടുക്കുക. അതായത് മാക്സിമം ആ വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് ഓഫ് യുവർ വർക്കൗട്ട് ആക്കുക. ഓക്കെ, ആ മൂവ്മെൻറ്റ് സ്റ്റാർട്ടിങ് ഓഫ് ദ വർക്കൗട്ട് ആക്കുക. അത് മാത്രമല്ല നിങ്ങൾ സെലക്ഷൻ ഓഫ് എക്സസൈസ്, എപ്പോഴും സെലക്ഷൻ ഓഫ് എക്സസൈസ് നിങ്ങൾക്ക് യോജിക്കുന്ന മസിൽ മൈൻഡ് കണക്ഷനുള്ള എക്സസൈസ് ചൂസ് ചെയ്യുക. അതുകൂടെ തന്നെ അത് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലല്ല, ആഴ്ചയിൽ 2 തവണ അല്ല, അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 to 3 മിനിമം 2 to 3 ട്രെയിൻ ചെയ്യുക. അതിനനുസരിച്ച് അതിന് റിക്കവറിങ് പ്രോസസ് ഓഫ് റിക്കവറി നല്ലതായിരിക്കണം. നല്ലപോലെ സ്ലീപ്പ് ഉണ്ടാവണം, അതനുസരിച്ച് നല്ലപോലെ ന്യൂട്രീഷൻ ഉണ്ടാവണം. അത് റിക്കവർ ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ആ മസിൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് ബാക്കിയുള്ള മസിൽ ഗ്രൂപ്പിനെ പോലെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ദിസ് ഈസ് ഇറ്റ്. ഇത് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് നോക്കുക. ആൻഡ് സീ ദ പമ്പ് ആൻഡ് സീ ദ ഡിഫറൻസ് ഓൾസോ. ഓക്കെ, പീസ് ഔട്ട്.